കാറിന് പുറത്തിറങ്ങിക്കൊണ്ട് തന്നെ നടക്കുകയാണ്. അവിടെ എല്ലാ കാണുന്നവരോടെല്ലാം തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. മിഠായിത്തെരുവിനുള്ളിലേക്ക് നടക്കുകയാണ്. മിഠായിത്തെരുവിനുള്ളിലേക്ക് കയറ്റിയാണ് ഗവർണറുടെ വാഹനം മിഠായിത്തെരുവിനുള്ളിലേക്ക് കയറ്റിയാണ് നിർത്തിയിരുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ തന്നെ മിഠായിത്തെരുവിലെ കവാടത്തിൽ നിൽക്കുന്നുണ്ട്. അവിടെയുള്ള ആളുകളോടും ഒപ്പം തന്നെ പേരോടൊക്കെ സംസാരിക്കുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതിനുള്ളിലേക്ക് അദ്ദേഹം മിഠായിത്തെരുവിനുള്ളിലേക്ക് തന്നെ നടന്ന് മിഠായിത്തെരുവിനുള്ളിലേക്ക് വരികയാണ്. ഈ മിഠായിത്തെരുവ് മുഴുവൻ നടക്കുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമുക്കിപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. താൻ നഗരത്തിലേക്ക് ഇറങ്ങുകയാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെയെല്ലാം മിഠായിത്തെരുവ് നമുക്കറിയാം ഏറ്റവും തിരക്കേറിയ കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ഒരു സ്ഥലം കൂടിയാണ്. ആ ഒരു തിരക്ക് ഇപ്പോഴും മിഠായിത്തെരുവിലുണ്ട്. ഇവിടെ ഉള്ള ആളുകളെല്ലാം തന്നെ നേരത്തെ പോലീസ് സന്നാഹം വലിയ രീതിയിൽ പോലീസ് സന്നാഹം എത്തിയപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഇത്തരം പോലീസ് സന്നാഹം മിഠായിത്തെരുവിൽ എത്തിയത് എന്നുള്ള അന്വേഷിക്കുകയും ഗവർണർ വരുന്നു എന്നറിഞ്ഞപ്പോൾ കൂടുതൽ ആളുകൾ ഇവിടെ തന്നെ വന്ന ആളുകളെല്ലാം തന്നെ ഇവിടെ വിവിധ സ്ഥലങ്ങളിലായി തമ്പടിച്ച് നിൽക്കുകയാണ്. ഗവർണർ ഇപ്പോഴും അവിടെ നിന്നും നടന്ന് ഇങ്ങോട്ട് വരികയാണ്. വഴിയൊരുക്കം കൊണ്ട് ഒരുപാട് മാധ്യമങ്ങളും ആളുകളും ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ സുരക്ഷ ഒരുക്കുന്നുണ്ട്. ഇപ്പോഴും സുരക്ഷ ഒരുക്കിക്കൊണ്ട് കൂടുതൽ പോലീസുകാർ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് പോലുള്ള ഫോഴ്സിൻ്റെ വലിയ സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഗവർണർ ഇപ്പോൾ മിഠായിത്തെരുവിലേക്ക് നടക്കുകയാണ്. മിഠായിത്തെരുവിൻ്റെ എസ്കെയുടെ പ്രതിമയും കടന്ന് ഉള്ളോട്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും വരുന്നത്. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോഴും നടന്നു വരികയാണ്. വലിയ പോലീസ് സുരക്ഷയുടെ അകമ്പടിയോടുകൂടിയാണ് ഇപ്പോൾ മിഠായിത്തെരുവിലേക്ക് വരുന്നത്. നടന്നു കാണാൻ തന്നെയാണോ ഗവർണർ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ അകത്തേക്ക് കിടക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും അദ്ദേഹം മിഠായിത്തെരുവ് മുഴുവനായും നടന്ന് കാണാനുള്ള ശ്രമത്തിൽ തന്നെയാണ് അദ്ദേഹം. അതിൻ്റെ ആ രീതിയിലാണ് അദ്ദേഹം നടന്നു പോകുന്ന വഴിയെല്ലാം തന്നെ അദ്ദേഹം എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളുമില്ല, താൻ ഇറങ്ങി നടക്കുമെന്നുള്ളത് തന്നെയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത്. തനിക്ക് യാതൊരു രീതിയിലുള്ള സുരക്ഷയും ആവശ്യമില്ല, താൻ ജനങ്ങൾക്ക് തന്നെ ഇഷ്ടമാണ്, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ് എന്ന് നേരത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ മിഠായിത്തെരുവിലേക്ക് വരുന്നത്. മിഠായിത്തെരുവിൽ ഇരു ഭാഗങ്ങളിലുമായി തന്നെ പോലീസ് സുരക്ഷ ഒരുക്കുന്നുണ്ടെങ്കിൽ കൂടി ഇരു ഭാഗങ്ങളിലുമെല്ലാം തന്നെ ഇവിടെ എത്തിയ ആളുകൾ ഒരുപാടുണ്ട്. അദ്ദേഹം ഇപ്പോൾ നടന്ന് കൂടെയുള്ള ആളുകളോടെല്ലാം തന്നെ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഒരുപക്ഷെ മിഠായിത്തെരുവിൽ അങ്ങറ്റം വരെ കമ്മത്ത് ലൈൻ ഭാഗത്തേക്കാണ് മിഠായിത്തെരുവ് അവസാനിക്കുന്നത്. അതുവരെ അദ്ദേഹം നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മിഠായിത്തെരുവിൻ്റെ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങിയത്. വരുന്ന വഴിയിൽ തന്നെ BM സ്കൂളിന് സമീപത്ത് നിർത്തുകയും അവിടെ ഒരുപാട് കുട്ടികളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അവർക്കൊപ്പം നിൽക്കുകയും ആ സമയം ചെലവഴിക്കുകയും സെൽഫി ഉൾപ്പെടെ എടുക്കുകയും ചെയ്തതിനു ശേഷമാണ് വീണ്ടും വളരെ പതിയെ മാനാഞ്ചിറയിലേക്ക് എത്തിയിരിക്കുന്നത്. പോലീസ് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് നേടുന്നത് കാണാം. ചിരിച്ചുകൊണ്ട് ആളുകളോട് വഴിമാറാൻ വേണ്ടി പറയുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. ഒരുപാട് ആളുകൾ അവിടെ ഗവർണർ എത്തിയതിനെ തുടർന്ന് തടിച്ചുകൂടി എത്തിയിരിക്കുന്നു. ഇപ്പോൾ മിഠായിത്തെരുവിനകത്തേക്ക് ഗവർണർ പ്രവേശിച്ചിരിക്കുന്നു. SM സ്ട്രീറ്റ് പൂർണ്ണമായും നടന്നു കാണാൻ തന്നെയാണ് ഗവർണർ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ കണ്ട ഒരു ഗവർണർ അല്ല ഇന്ന് ഇപ്പോൾ കോഴിക്കോട് നഗരത്തിലെത്തിയപ്പോൾ കാണാൻ കഴിയുന്നത്. ഇന്നലെ വലിയ രീതിയിൽ കയർക്കുകയും ചൂടാവുകയും ചെയ്ത ഗവർണറായിരുന്നുവെങ്കിൽ ഇന്നിതാ വളരെ സന്തോഷത്തോടുകൂടി സൗമ്യനായി ആളുകളെയൊക്കെ കൈവീശി കാണിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് കുശലാന്വേഷണം നടത്തി തൊഴുകൈയോടുകൂടി നിൽക്കുന്ന ഗവർണറെയാണ് കാണാൻ കഴിയുന്നത്. കുട്ടികളോടൊക്കെ വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നു, ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ വാരിയെടുക്കുന്നു. ആ രീതിയിൽ ഒരു ജനകീയനാകാനുള്ള തരത്തിലുള്ള ഒരു പെരുമാറ്റം ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. ഇപ്പോൾ SM സ്ട്രീറ്റിനകത്ത് ഗവർണർ എത്തിയിരിക്കുകയാണ്. SM സ്ട്രീറ്റിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഓരോ ജനങ്ങളോടും കൈകൊടുത്ത് സംസാരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഷിത ജഗത് വിവരങ്ങൾ നൽകും. ഷിത, ഇപ്പോൾ പോലീസിനെ വലിയ രീതിയിൽ കുഴയ്ക്കുന്നുണ്ട് ഈ രീതിയിലുള്ള സന്ദർശനം. ഒരുപാട് ആളുകൾ SM സ്ട്രീറ്റിലുണ്ട്. നമുക്കറിയാം ഏറ്റവും തിരക്കേറിയ ഒരു സ്ഥലമാണ് കോഴിക്കോട് നഗരത്തിലെ മിഠായി തെരുവ്. അപ്പോൾ അവിടെ സുരക്ഷയൊരുക്കാൻ നന്നേ പാടുപെടുന്നുണ്ടല്ലേ പോലീസ്?
തീർച്ചയായും വലിയ രീതിയിലൊരു സുരക്ഷ ഇപ്പോൾ നമുക്ക് കാണുന്നത് ഹലൂവ എന്നൊരാൾ വിളിച്ചു പറഞ്ഞതോടുകൂടെ ഹലൂവ വാങ്ങാനുള്ള ഹലുവയുടെ കടയിലേക്ക് ഗവർണർ കയറുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോകുന്ന വഴിയിലെല്ലാം തന്നെ ആളുകൾ അദ്ദേഹത്തിന് കാണാനെത്തിയപ്പോൾ അവരോടെല്ലാം തന്നെ സംസാരിക്കുന്നു. മിഠായി തെരുവിൽ ഹലുവ വാങ്ങാനായി ഗവർണർ ഒരു കടയിൽ കയറിയിരിക്കുകയാണ്. അവിടെ ഓരോരുത്തരോടും സംസാരിക്കാൻ കിട്ടുന്ന ഒരവസരവും ഗവർണർ പാഴാക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ ഒരാൾ വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് അവിടെ ഹലുവ വാങ്ങാനായി ഒരു കടയിൽ കയറിയിരിക്കുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഗവർണറുടെ മിഠായി തെരുവ് സന്ദർശനം തുടരുകയാണ്. ഇനി മാനാഞ്ചിറയിലേക്കും മാനാഞ്ചിറ മൈതാനവും അദ്ദേഹം നടന്നു കണ്ടേക്കും. മറ്റിടങ്ങളിലേക്കും ഒരുപക്ഷേ അദ്ദേഹം സന്ദർശനം നടത്തിയേക്കുമെന്നാണ് അറിയുന്നത്. ഗവർണറുടെ സന്ദർശനത്തെ തുടർന്ന് വലിയ ഒരു തിക്കും തിരക്കും SM സ്ട്രീറ്റിൽ കാണാം. വളരെ പെട്ടെന്നുള്ള ഒരു സന്ദർശനമായതുകൊണ്ട് തന്നെ ആളുകൾ പ്രതീക്ഷിച്ച് കാണില്ല ഇങ്ങനൊരു സന്ദർശനം. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ, ആരാണ് വന്നത് എന്നൊക്കെ അറിയാനുള്ള ഒരു വ്യഗ്രത, തിക്കും തിരക്കുമൊക്കെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. അപ്പോൾ ജനത്തിരക്ക് നിയന്ത്രിക്കാൻ ആളുകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കുറയ്ക്കാനായി പോലീസ് നന്നേ പാടുപെടുകയാണ്. ഒരുപാട് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഗവർണറെ അനുഗമിക്കുന്നുണ്ട്. വലിയ ജനത്തിരക്ക് തന്നെ മിഠായി തെരുവിൽ ഗവർണറുടെ സന്ദർശനത്തെ തുടർന്നുണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കടയിൽ കയറിയ ശേഷം ഗവർണർ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹം ഹലുവ വാങ്ങാൻ വേണ്ടിയായിരുന്നു അവിടെ ഒരു കടയിൽ കയറിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം ആ കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയും SM സ്ട്രീറ്റ് പൂർണ്ണമായും നടന്നു കാണാൻ തന്നെയാണ് ഗവർണറുടെ ഉദ്ദേശം. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, SM സ്ട്രീറ്റ് പൂർണ്ണമായും കാണാൻ തന്നെയാണ് ഗവർണർ തീരുമാനിച്ചിട്ടുള്ളത്. വലിയൊരു തിരക്കുണ്ടല്ലേ അവിടെ SM സ്ട്രീറ്റിൽ? തീർച്ചയായും ഗവർണർ കൂടി വന്നു എന്നറിഞ്ഞതോടുകൂടി വലിയതില്ലെങ്കിൽ തന്നെ SM സ്ട്രീറ്റ് എപ്പോഴും തിരക്കുള്ള സ്ഥലമാണ്. അതോടുകൂടി ഒന്നുകൂടി കുറച്ചുകൂടി തിരക്കായി വലിയ തോതിൽ ആൾക്കാർ, രണ്ടു വശത്തും ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. അദ്ദേഹം വെറുതെ നടക്കുക മാത്രമല്ല, ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഓരോ കടകളിൽ ഇപ്പോൾ കുറച്ച് മുന്നേ ഹലുവ കടയിൽ കയറി ഹലുവ മേടിച്ച് കഴിക്കുന്നു, മറ്റു ചില ആൾക്കാരോട് സംസാരിക്കുന്നു. അങ്ങനെ ഇങ്ങനെ ആ ഒരു SM സ്ട്രീറ്റ് മിഠായി തെരുവ് നോക്കണേ, മിഠായി തെരുവിന്റെ ആ ഒരു വഴിയിൽ പൂർണ്ണമായി അദ്ദേഹം നിന്ന് വളരെ സമയമെടുത്ത് സംസാരിച്ച് ആശംസകൾ കൈമാറി അങ്ങനെ കൈമാറുന്ന ഒരു ചരിത്രത്തിൽ ആദ്യമായി ഈ ദൃശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഗവർണർ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സന്ദർശനം, പ്രദേശം മിന്നൽ സന്ദർശനമാണ്. മാത്രമല്ല വലിയ തോതിൽ ആളുകളുള്ള ഒരു സ്ഥലത്തേക്കാണ് സന്ദർശിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് അദ്ദേഹത്തിന്റെ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു സംശയമില്ല. സിറ്റി പോലീസ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള വലിയൊരു നിര ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിന്റെ പ്രത്യേക കമാൻഡുകളൊക്കെ തന്നെയും ഉണ്ട്. എന്നാലും അദ്ദേഹം വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണ്. മിഠായി തെരുവിന്റെ അവസാന അറ്റം വരെ, ആ ഒരു അവസാന ഭാഗം വരെ അദ്ദേഹം നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ നോക്കുന്നത്. അദ്ദേഹം രണ്ടു വശത്തും ആളുകൾ നിൽക്കുന്ന ആൾക്കാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കൂടിയാണ് അദ്ദേഹം നടന്നു പോകുന്നത്. ഇങ്ങനെയൊരു കാഴ്ച ആദ്യമായിട്ടാണ് ഒരു ഗവർണർ ഈ രീതിയിൽ പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് ഇറങ്ങുന്നു, അവരോട് സംസാരിക്കുന്നു. അപ്പോൾ ആ ഒരു കൗതുകം ജനങ്ങളിലും ഉണ്ടല്ലേ? തീർച്ചയായും. ആദ്യ കാരണം പൊതുവെ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ ഭരണ നേതാക്കളൊക്കെ തന്നെ വരുമ്പോൾ സ്വാഭാവികമായും ഒരു കൗതുകം ജനങ്ങൾക്കുണ്ടാവും. കാരണം അവർക്ക് നേരിട്ട് അവരെ കാണാൻ കഴിയുന്നതിന്റെ ഒരു കൗതുകമുണ്ട്. അത് ഇരട്ടിയായി ഇരിക്കുന്നു. പക്ഷേ ഗവർണർ വന്നതുകൊണ്ട് തന്നെ എന്ന് പറയാം. ഇപ്പോൾ നേരിട്ട് തന്നെ മാത്രമല്ല, ഗവർണർ ഒരു വണ്ടിയിൽ മാത്രം പോകുമെന്ന് മാത്രമല്ല, പകരം വരുന്നു, ആൾക്കാരോട് സംസാരിക്കുന്നു, അങ്ങനെ അതോടുകൂടി സ്വാഭാവികമായും മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകുന്നത്. മിഠായി തെരുവ് നടന്നു കാണുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇപ്പോൾ ഒരു 15-20 മിനിറ്റോളമായിരിക്കുകയാണ് അവിടെ എത്തിച്ചേർന്നിട്ട്. നമുക്കറിയാം, കോഴിക്കോട് നഗരത്തിലെ തന്നെ ഏറ്റവും വലിയ തിരക്കേറിയ സ്ഥലങ്ങളിലൊന്നാണ് മിഠായി തെരുവ്. അപ്പോൾ അങ്ങനെയൊരു തിരക്കേറിയ
സ്ഥലത്തേക്കാണ് ഗവർണർ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷയൊരുക്കാനുള്ള വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉള്ളത്. ഗവർണർ എത്തിയതിന് പിന്നാലെ തന്നെ ആളുകളും വലിയ രീതിയിൽ തടിച്ചുകൂടിയിട്ടുണ്ട് ഗവർണറെ കാണാനും ഗവർണറോട് സംസാരിക്കാനും ഒക്കെയായി. എന്നാൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എല്ലാവരോടും ചിരിച്ചുകൊണ്ട് കൈവീശി കാണിച്ചുകൊണ്ട് തന്നെയാണ് SM സ്ട്രീറ്റ് ഇപ്പോൾ നടന്നു കാണുന്നത്. മാനാഞ്ചിറയിലും അദ്ദേഹം എത്തിയിരുന്നു. അതോടൊപ്പം വരുന്ന വഴിക്ക് പലയിടങ്ങളിലായി കാറ് നിർത്തി പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ആളുകളോട് സംസാരിക്കുകയും കുഞ്ഞുകുട്ടികളോടൊക്കെ വളരെ സന്തോഷത്തോടുകൂടി സൗമ്യനായി പെരുമാറുന്നതുമൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ SM സ്ട്രീറ്റ് നടന്നു കാണുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇത് കഴിഞ്ഞ് നഗരത്തിലെ മറ്റിടങ്ങളിലേക്ക് കൂടി ഗവർണർ ഒരുപക്ഷെ സന്ദർശനം നടത്തിയേക്കുമെന്നുമുള്ള സൂചനയുണ്ട്. കോഴിക്കോട് സർവകലാശാലയിൽ വൈകിട്ട് 4 മണിക്കാണ് അദ്ദേഹത്തിന് സെമിനാർ ഉള്ളത്, പൊതുപരിപാടിയുള്ളത്. അവിടെ ശക്തമായി പ്രതിഷേധത്തിന് തന്നെയാണ് SFI അടക്കമുള്ള യുവജന സംഘടനകളൊക്കെ തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഇന്ന് കോഴിക്കോട് നഗരത്തിലേക്ക് ഇറങ്ങിയപ്പോഴും ഗവർണർ പറഞ്ഞതും അത് തന്നെയാണ്. SFIയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഒരു പ്രതിഷേധത്തെയും താൻ ഭയക്കുന്നില്ല, ഏത് രീതിയിൽ വേണമെങ്കിലും തനിക്ക് നേരെ പ്രതിഷേധം ഉയർത്താം, തനിക്ക് ഒരു സെക്യൂരിറ്റിയുടെയും ആവശ്യമില്ല. ഇപ്പോഴിതാ താൻ നഗരത്തിലേക്ക് പോവുകയാണ്, അവിടെ നഗരം കാണാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞാണ് ഗവർണർ അവിടെ നിന്ന് യാത്ര തിരിച്ചത്. ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ SM സ്ട്രീറ്റ് സന്ദർശിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ.